ഹൈക്കമാൻഡിന് മുന്നിൽ അതൃപ്തിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. അനൈക്യമുണ്ടാക്കുന്നത് നേതാക്കളെന്ന് തുറന്നടിച്ച് കെ സുധാകരൻ രംഗത്തെത്തി. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും നേതാക്കൾക്ക് അമർഷമുണ്ട്. സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ മാധ്യമങ്ങളോട് പറയാനാകില്ലെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് KPCC നേതൃത്വത്തോടുള്ള അതൃപ്തി മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയത്. പാർട്ടിയുടെ അനൈക്യം പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ പാർട്ടിക്കുണ്ടാകുമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും. കെ സുധാകരന്റെ വിമർശനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ശരിവച്ചു. And that I don't want to disclose. സുധാകരന് പുറമെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അതിർത്തി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ആശയവിനിമയം കൃത്യമായി നടക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയോ KPCC യോഗങ്ങളോ വിളിച്ചു ചേർക്കുന്നില്ല. വയനാട് DCC അധ്യക്ഷനെ നിയമിച്ചത് മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും നേതാക്കൾ ആരോപിച്ചു. അതേസമയം കേരളത്തിൽ നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് PR, Media One.